23 വയസ്സിന്റെയും 27 വയസ്സിന്റെയും ഗ്യാപ്പിൽ ഞാൻ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 27ാമത്തെ വയസ്സിൽ എനിക്ക് നല്ലൊരു ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നു. ഫെയിലിയർ ആവുമ്പോൾ മാത്രമല്ല, 1 കോടി രൂപ ബാധ്യതയിലേക്ക് ഞാൻ പോയി. പക്ഷെ അതെന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആകുന്നു, നമ്മൾ എത്രത്തോളം പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ ഒരുങ്ങും. വളരെ ഉറപ്പുണ്ടാവും. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾക്ക് ഉറപ്പുള്ള കാര്യത്തിലേക്ക് മാത്രമേ നമ്മൾ എത്തുള്ളൂ. നമ്മളുടെ ഉറപ്പ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഫ്രീക്വൻസി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫെയിലിയർ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളൂ. നമ്മൾ ഏതിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു, അതിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് എത്തും. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. നമസ്കാരം. ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചിന്തകൾ കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രമുഖ മാനിഫെസ്റ്റേഷൻ ഇൻഫ്ലുവൻസറും ട്രെയിനറും ബെൽവറിയുടെ സിഇഒയുമായ CR വൈശാഖൻ. നമ്മുടെ മനസ്സിലുള്ള ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാമെന്ന് ഒത്തിരി ട്രിക്കുകളും ഒത്തിരി മാനിഫെസ്റ്റേഷന്റെ സാധ്യതകളും പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോട് ചേരുന്നു വൈശാഖൻ. വെൽക്കം ടു ദ ഷോ വൈശാഖൻ. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. നിങ്ങള് US എന്നൊക്കെ എനിക്കൊരു കോള് വരാന്ന് പറയുമ്പോ ഞാൻ എത്രത്തോളം റീച്ചായി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. വലിയ സന്തോഷം. അതെ, നമ്മുടെ ഞങ്ങളുടെ ഈ ഒരു മീഡിയ പ്ലാറ്റ്ഫോം പറയുന്ന പോലെ തന്നെ ബിയോണ്ട് ബോർഡേഴ്സ് ആണ്. എന്താ പറയാ, കടന്നിങ്ങനെ പോവുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പോലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒക്കെ കടന്ന് അങ്ങ് പോകുന്ന ഒരു സംഭവമാണ് അല്ലെ. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുകയാണെന്ന് തോന്നുന്നു അല്ലെ. ഈ അവിടോട്ട് വൈശാഖന്റെ ആ ഒരു പോർഷനിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അറിയണം വൈശാഖൻ എന്ന വ്യക്തിയെ കുറിച്ച് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തണം. കാരണം വൈശാഖൻ ആരാണ്, എവിടുന്നാണ്, വൈശാഖന്റെ നാട് എവിടെയാണ്, വൈശാഖൻ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയണം. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ ആക്ച്വലി കേരളത്തില് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്വദേശം ആണ് എന്റെ സ്വദേശം ഇരിക്കുന്നത്. ഒരു വലിയൊരു പരാജയം എനിക്ക് എന്റെ ലൈഫിൽ എന്റെ 27ാമത്തെ വയസ്സിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ബാധ്യത, ഒരു 1 year ലയബിലിറ്റി എനിക്ക്. എന്റെ ഞാൻ ബിസിനസ്സിലേക്ക് ഏകദേശം 23ാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ബിസിനസ് എനിക്ക് 27ാമത്തെ വയസ്സിൽ 23 വയസ്സിന്റെയും 27 വയസ്സിന്റെയും ഗ്യാപ്പിൽ ഞാൻ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 27ാമത്തെ വയസ്സിൽ എനിക്ക് നല്ലൊരു ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്റെ ഒരു 16ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ ഈ ഒരു ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ആക്ച്വലി ഉണ്ട്. ഈ പറയുന്ന പോലെ തന്നെ സീക്രട്ട്, ഈ പറയുന്ന ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രെയിനിങ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും പഠിക്കാനുള്ള സാഹചര്യങ്ങളും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്റെ 27ാമത്തെ വയസ്സിൽ എനിക്കൊരു നല്ല ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ കോവിഡ് എന്ന് പറയാം, ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് എനിക്ക് എന്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ കോവിഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്റെ ബെൽവറി എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനം. അത് ബാംഗ്ലൂരിലും കാലിക്കറ്റിലുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ CR വൈശാഖൻ അക്കാദമി ഇതേപോലെ തന്നെ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബിഫോർ കോവിഡ് ഈ പറയുന്ന കോഴിക്കോടും ഈ പറയുന്ന തരത്തില് എറണാകുളത്തൊക്കെ മാത്രമായിട്ട് ഓഫ്ലൈൻ സെഷൻസ് മാത്രം ചെയ്തിരുന്ന ഞാൻ ആഫ്റ്റർ കോവിഡ് ഏകദേശം 15 രാജ്യങ്ങളിലേറെ ആയിട്ടുള്ള മലയാളീസിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അഗെയിൻ ആഫ്റ്റർ കോവിഡ് നമ്മള് എത്രത്തോളം നമ്മൾ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റർ ആണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു തെളിവ്, ഒരു ഗ്രോത്തിന്റെ സ്പീഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്റെ ചാനലുകളിലുള്ള റീച്ച് എന്ന് പറയുന്നത്, ആളുകളിലേക്കുള്ള എന്റെ റീച്ച് എന്ന് പറയുന്നത്. ഇതാണ് ആകത്തുകയായിട്ട് എനിക്ക് എന്നെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് പറയാനുള്ളത്. ഇനി അതിന്റെ കൂടെ
പറഞ്ഞോളൂ. ഏകദേശം 15,000-ലേറെ ആളുകളെ എനിക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ കൊണ്ടുവരാനും പഠിപ്പിക്കാനും ഡയറക്ട്ലി പഠിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കാലയളവിലുള്ള എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതിനോടൊപ്പം ഞങ്ങൾക്ക് കൂടെ ചേർക്കാൻ പറ്റുന്നത് കോഴിക്കോടുള്ള വൈശാഖനെ ഞങ്ങൾക്കും അറിയാൻ പറ്റി. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടം വരെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പൊ അതും ഒരു ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇപ്പൊ വൈശാഖൻ പറഞ്ഞതുപോലെ ഇങ്ങനെ കോവിഡിന് മുമ്പ് കോവിഡിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ പല ആളുകളിലേക്കും അത് എത്തിപ്പെടുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പല വിധത്തിലുള്ള ആളുകളുടെ പല വ്യക്തിത്വങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പല ടൈപ്പ് ഓഫ് പല സ്റ്റൈലുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് CR വൈശാഖൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റൈല് അല്ലെങ്കിൽ അങ്ങനെ ഒരു 45 days ചാലഞ്ച്, ഒരു ക്ലബ്ബ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും അതിനൊരു വ്യത്യസ്തത ഉണ്ടെന്ന് മനസ്സിലാക്കി. അതാണ് ഞങ്ങളെ വൈശാഖന്റെ അടുത്തേക്ക് എത്തിച്ച ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ വൈശാഖന്റെ ആ മാനിഫെസ്റ്റേഷന്റെ ഒരു ചെറിയ വീഡിയോസ് കാണുന്നതില് മനസ്സിലാകുന്നത് ഒരാള് രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് നമ്മളുടെ ജീവിത രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഈ നമ്മുടെ ഇവിടെ ഇപ്പോ നേവിയുടെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഒരു സ്പീച്ച് ഉണ്ടല്ലോ, അവരുടെ ഒരു കമാൻഡർ കൊടുക്കുന്ന സ്പീച്ചിൽ അവർ പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങളുടെ ബെഡ് നിങ്ങൾ ക്ലിയർ ചെയ്തിടുക, അവിടെ നിന്ന് തുടങ്ങണം നിങ്ങളുടെ കാര്യങ്ങൾ. ഈ ജപ്പാനിലൊക്കെ അവർ പറയും നിങ്ങളുടെ ടോയ്ലറ്റ് നിങ്ങൾ എവറി ഡേ നിങ്ങൾ ക്ലീൻ ചെയ്യണം, അത് നിങ്ങളുടെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കുന്നൊക്കെ. വൈശാഖന്റെ ഈ ചെറിയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്. വൈശാഖന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണ് ഇത്രയും തിരക്കുകൾക്കിടയിൽ ഒരു CEO, ഒരു മെന്റർ, ഇത്രയും തിരക്കുകൾക്കിടയിൽ വൈശാഖന്റെ ജീവിതം ഒരു ദിവസം എങ്ങനെയാ തുടങ്ങുന്നത്? എന്റെ ജീവിതം ആക്ച്വലി ഞാൻ 4:30 എണീക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ സമയം 4:30. കാരണം ഞാൻ എണീറ്റിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് 5 മണിക്ക് എന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ നേരം വൈകി എണീറ്റിരുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബിസിനസ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ വൈകി എണീറ്റിരുന്ന ഒരാളാണ്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയെങ്കിൽ പോലും എനിക്ക് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് തന്നെ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വെൽവിഷേഴ്സ് പറയുമായിരുന്നു നിനക്കത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ അതിനെ വലിയ മുഖവിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് എന്നെ വലിയൊരു പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു പാറ്റേൺ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഇക്കിഗായി ആയിക്കോട്ടെ, ജാപ്പനീസ് ടെക്നിക്സ് ആയിക്കോട്ടെ, മോങ്കുകളുടെ ടെക്നിക് ആയിക്കോട്ടെ, ഈ പറയുന്ന ഹെവിലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ടെക്നിക്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോബിൻ ശർമ്മ 5 AM ക്ലബ്ബ് നമ്മളെ വലിയ രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പറയുന്ന ബുക്കുകളിലൂടെ ആയിക്കോട്ടെ, ട്രെയിനിങ്ങുകളിലൂടെ ആയിക്കോട്ടെ ഉണ്ടായിട്ടുള്ള നോളജുകളിലൂടെ ആണ് എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ 4:30 മണിക്ക് ഞാൻ എണീക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കുന്നതും ഞാൻ സ്വന്തമായിട്ട് ഈ പറയുന്ന പ്രോസസ്സിലേക്ക് വരുന്നതും അത് വന്നു. ആ വരുന്നത് പോലും ഈ പറയുന്ന പോലെ തന്നെ വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഡീപ്പായിട്ട് എത്രത്തോളം നിങ്ങൾ ഇതിൽ ഡീപ്പായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഗൈൻ ഈ പറയുന്ന ബെഡ് അറേഞ്ച് ചെയ്യുന്നത് പോലെ എന്റെ സെഷന്റെ ഒരു പാർട്ട് പോലാണത്. എന്റെ സെഷനിൽ എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പാർട്ട് പോലെയാണത്. അത് തുടങ്ങി ബാക്കി എല്ലാ രീതിയിലേക്ക് ഓഫ് കോഴ്സ് അറിയാലോ, സെഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗൈൻ ഈ പറയുന്ന ആക്ടിവിറ്റിയുടെ ഭാഗവാക്കായി മാറണം എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ആളുകളും ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ പാറ്റേണും അതൊരു കൃത്യമായിട്ടുള്ള ചില റിച്വൽസിലൂടെ നമ്മൾ അതിൽ കൂടെ പോകും. റിച്വൽസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, അഫർമേഷൻസ്, ജേർണലിങ്സ്, ആസനാസ്, എക്സസൈസസ്, ബ്രീത്തിങ്സ്, എല്ലാ പാറ്റേൺസിലോട് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇതാണ് ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടാണ് നമ്മളൊരു ദിവസം ഞാനും എന്റെ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ഒരുപാട്
ദൂരം ഉള്ളതായിട്ട്, ഒരുപാട് കൂടുതലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ കൃത്യമായിട്ട് ആ രാവിലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആ ദിവസം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എന്തെല്ലാം ടാസ്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ആ ടാസ്കുകൾ നമ്മൾ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കും, പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യും. ഇന്നത്തെ ഒരു ടാസ്കിൽ പെടുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഈ പറയുന്ന ഈ ഇരുത്തം എന്ന് പറയുന്നത് എന്റെ ഒരു ടാസ്കിൽ വരുന്ന ഒരു കാര്യമാണിത്. ഓഫ്കോഴ്സ് ഇത് എന്റെയും ഗ്രോത്തിന് സഹായിക്കുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്തിന് സഹായിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇരുത്തം എന്ന് പറയുന്നത്. സോ അത് ലക്ഷ്യത്തിലേക്കുള്ള എന്റെ യാത്രയിൽ ഒരു സ്റ്റെപ്പ് ഇന്നത്തെ ഒരു ടാസ്കിൽ പെടുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ദിവസത്തിനെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ ചോദിച്ചു ഒരുപാട് തിരക്കുകൾ എന്ന് പറയുന്നത്, എനിക്ക് സ്വാഭാവികമായിട്ടും പണ്ട് തിരക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ തിരക്കുകൾ കുറവാണെന്ന് ഞാൻ പറയാം. കാര്യം ഞാൻ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എന്റെ 1-to-1 സെഷൻസ് കൊടുക്കുന്നത്. എന്റെ ബിസിനസ്സിൽ ഞാൻ വളരെയധികം സിസ്റ്റമാറ്റിക്കലി ആണ് റൺ ചെയ്യുന്നത്. ആ സ്ഥാപനത്തിൽ ഇപ്പൊ സിയ വൈശാഖൻ അക്കാദമി ആയിക്കോട്ടെ, ബെൽവരി ആയിക്കോട്ടെ, ഇതിൽ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ എനിക്ക് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഞാൻ വളരെ പ്രോപ്പർലി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ വർക്കുകളെ ഞാൻ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ എനിക്ക് അത്രമേൽ തിരക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ റിലാക്സ് ചെയ്തിട്ടാണ്. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിലാക്സ്ഡ് ആകണം എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആകുന്നു, നമ്മൾ എത്രത്തോളം പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ ഒരുങ്ങും. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന ഗോളിലേക്ക് എത്താൻ പറ്റും, വളരെ വളരെ ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റും. പല ആളുകളും ഗോള് ഉണ്ടാകും, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം ഉണ്ടാകും. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവോ എന്നുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള തോട്ടായിരിക്കും അവരെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല, കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അതിന് ചെയ്യുന്നതാണ്, നാളെ ചെയ്യേണ്ടത് ഇന്നതാണ്, മറ്റന്നാൾ ചെയ്യേണ്ടത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ധാരണ ഉണ്ട്. അതങ്ങ് ചെയ്തു തീർക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും എന്നുള്ള 100% ഉറപ്പ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള എന്താ പറയാ ജേർണൽ പോലെ എഴുതുകയാണോ, അതോ ഒരു എന്താ പറയാ ഒരു ആഴ്ചത്തേക്ക് എഴുതുകയാണോ, ഒരു മാസത്തേക്ക് നമ്മൾ എഴുതി വെക്കുകയാണോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ടേം എങ്ങനെയാണ്? നമ്മളിപ്പോ വൈശാഖ് പറഞ്ഞു നമ്മൾ ഒരു ദിവസത്തേക്കുള്ളത് ചെയ്യുന്നു. അതായത് നമുക്കിപ്പോ ഒരു ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാവും, ഒരു ഡേക്കുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ ഒരു പ്ലാനിങ് തന്നെയാ, ഒരു പ്ലാനിങ് ഉണ്ടാവും നമ്മൾ ജേർണൽ എഴുതുന്ന പോലെ. അപ്പൊ അതെങ്ങനെയാ, നമ്മൾ ഒരു ഡെയിലി ഉള്ളത് ഉണ്ടോ, അപ്പൊ അതിനൊരു സെപ്പറേറ്റ് ഇതുണ്ടോ, വീക്കിലി ഒക്കെ ഉള്ളത് ഒരു സെപ്പറേറ്റ് ഉണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാ എഴുതേണ്ടത്? ആക്ച്വലി നമ്മളുടെ പാറ്റേണില് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണല്ലോ. മാനിഫെസ്റ്റേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നമുക്ക് എന്താണോ വേണ്ടുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവുക. ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണല്ലോ മാനിഫെസ്റ്റേഷൻ എന്നുള്ളതിനെ കൊണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. സോ അതിൽ ഗോൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വം അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ ഗോളായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതല്ലാതെ എനിക്ക് ഇന്ന കാറ് വേണം, ഇന്ന വീട് വേണം, ഇത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ കാര്യം അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഞാൻ എന്ത് പേഴ്സണാലിറ്റി ആകണം, ഇന്ന സമയം ആകുമ്പോഴേക്കും സ്പെസിഫിക് ടൈം ബീയിങ്ങിൽ ഞാൻ എന്ത് പേഴ്സണാലിറ്റി, അതിൽ മിനിമം ഒരു 5 വർഷത്തേക്കുള്ള ഗോളാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ആ പേഴ്സണാലിറ്റി ഞാൻ ആയി കഴിഞ്ഞാൽ ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പേഴ്സണാലിറ്റിയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാകും, മനസ്സിലായില്ലേ? ആ പേഴ്സണാലിറ്റിയുടെ കയ്യിലുള്ള ഇത്ര പൈസ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെ ചെയ്യും. ഓക്കെ, അത് 3 എണ്ണമായിട്ട് ഒരു ദിവസം നമ്മൾ 3 എണ്ണമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അതിനെ. ആ പണം ഇപ്പൊ ഒരാളുടെ കയ്യിൽ 100 കോടി രൂപയാണ് നമ്മളുടെ ലക്ഷ്യം, ഓക്കെ എന്നുണ്ട്. ആ 100 കോടി രൂപ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും? അടുത്ത ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ അതിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും അതിനെ. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 100 കോടിയുടെ കണക്ക് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന 3 കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ എഴുതുന്ന 1 കോടിയുടെ കണക്കായിരിക്കും.
ബാക്കി 99 പേര് ഉണ്ടാകും. അത് അടുത്ത ദിവസം എഴുതും. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും സമയമുണ്ട്, നമുക്ക് ഇതെല്ലാം എഴുതിയെടുക്കാൻ സമയമുണ്ട്. എഴുതിയെടുക്കാൻ സമയമുണ്ട്, നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും. നമ്മൾ വൺസ് എഴുതി കഴിഞ്ഞാൽ അത് എഴുതിയാൽ നമ്മൾക്ക് ലഭിക്കുമെന്ന് പറയുന്ന പരിപൂർണമായിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ അതിൽ ബിൽഡ് ചെയ്യും. കാര്യം ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. കാര്യം 24 മണിക്കൂറിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഗോള് നമ്മൾ അതിൽ എഴുതി വെക്കുന്നുണ്ട്. അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അതിനെ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാതെ തന്നെ എതിലേക്ക് എത്തും, ഉറപ്പിലേക്ക് എത്തും. അതെ, നമുക്കൊരു അത്രമേൽ ഉറപ്പുണ്ടാവും. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഉറപ്പുള്ള കാര്യത്തിലേക്ക് മാത്രമേ നമ്മൾ എത്തുള്ളൂ. ഒരു ചെറിയ സംശയം അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു പാലില് വിഷം ഇറ്റിച്ച പോലെയാണ്, അതിനെ വിഷം എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ? ആ ഉറപ്പ് നമ്മൾ ഗ്രാജുവലി ആദ്യത്തെ ഒരു 90 ദിവസം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ബിൽഡ് ചെയ്തു, അതെനിക്ക് അച്ചീവബിൾ ആയി എന്നുള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് അത് ബിൽഡ് ചെയ്ത് കൊടുക്കും. സോ ഓരോ ദിവസം കൂടുന്തോറും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബിലീഫ്, അതിന്റെ മേലുള്ള ഫെയ്ത്ത് കൂടി വരും. ഓഫ് കോഴ്സ് നമ്മളുടെ ഉറപ്പ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഫ്രീക്വൻസി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഇപ്പൊ വൈശാഖൻ പറഞ്ഞു 23 വയസ്സില് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 27 വയസ്സായപ്പോഴത്തേനും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഫെയിലിയർ ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നാലും ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ആശയം 16 വയസ്സ് മുതൽ തന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴായിരിക്കും അങ്ങനെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന ഒരു ആശയം കടന്നു വന്നൊരു ടേണിംഗ് പോയിന്റ് എപ്പോഴായിരുന്നിരിക്കണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫിൽ എനിക്ക് ക്ലിയർ കട്ട് വിഷൻ ഉണ്ടായിരുന്നു. എന്നോട് ജോലിക്ക് പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറയുമായിരുന്നു ഞാൻ ജോലിക്ക് പോവില്ല. എന്റെ ഫാമിലി ഞാൻ ആദ്യം പറയായിരുന്നു എനിക്ക് ബിസിനസ് ചെയ്യണം, ഓക്കെ, എനിക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്റെ പാഷൻ ആണ് എന്നുള്ളത് ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടായിരിക്കാം മേ ബി ഇത്തരത്തിലുള്ള ബുക്കുകൾ. എന്റെ മകൾ എന്നോട് പറയുന്ന കാര്യമുണ്ട്, അച്ഛൻ ആകെ അച്ഛൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രമേ അച്ഛൻ അറിയുള്ളൂ, അതല്ലാത്ത കാര്യങ്ങൾ അച്ഛൻ നോക്കാറ് പോലില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് വേണ്ടുന്നതല്ലാത്ത ഒരു കാര്യം ഞാൻ കാണാനും കേൾക്കാനും ഞാൻ തയ്യാറാവാറില്ല. എനിക്ക് വേണ്ടുന്നത് മാത്രം ഞാൻ കണ്ടാൽ മതി, കേട്ടാൽ മതി എന്ന് ഫിൽട്ടർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതല്ലായിരുന്നു എന്റെ ഫെയിലിയർ പീരീഡ് ഉണ്ടായിരുന്നു. ഒരു 23 വയസ്സിൽ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എന്റെ ഒരു 18ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ആ ഒരു ജേണിയിൽ ആക്ച്വലി ഉണ്ട്. ആ ജേണിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നപ്പോ പോലും ഒരു 23ാമത്തെ വയസ്സിൽ ഞാൻ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിലേക്ക് ഗ്രോത്തും ഉണ്ടാക്കി. ആക്ച്വലി 27ാമത്തെ വയസ്സിൽ 27 വയസ്സ് വരെ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാം, സീക്രട്ട് ബുക്കിലുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്, ഇതൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്തും നമ്മളെ മൈൻഡിൽ ട്രിഗർ ചെയ്യും, അല്ലെ? ഒരു വൺസ് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കുന്നു, പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പേടിയായിരിക്കും. കാര്യം ചെറിയ വയസ്സിൽ തന്നെ വാഹനങ്ങള്, കമ്പനി, എംപ്ലോയീസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പേടിയും കൂടെ നമ്മൾ നാട്ടിലുള്ള ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പേടി അവിടെ ഉണ്ടാവില്ല. അവിടുത്തെ കൾച്ചറേ ടോട്ടലി ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അവിടെ, മൈൻഡ് സെറ്റ് ആണ് അവിടെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ ടോട്ടാലിറ്റിയിൽ ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്തോ തെറ്റാന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടി ഒക്കെ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒത്തിരി മാറി. ഇപ്പോഴത്തെ യൂത്ത് ഒക്കെ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളും ഓൺട്രപ്രണർഷിപ്പിലും ഒക്കെയാണ്. പക്ഷെ എന്റെ ആ പ്രായത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇതിപ്പോ എന്നാ പൊട്ടുക, എന്നാ ഫെയിലിയർ ആവുക, എന്നാ താഴ്ത്തി വീഴുക എന്നുള്ള രീതിയിലേക്കായിരുന്നു. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും ഉണ്ടായിരുന്ന തോട്ട്. ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സർക്കിളിലുള്ള ആളുകളെക്കാളും കൂടുതൽ ഞാൻ അച്ചീവ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ തോട്ട് എന്തായിരിക്കും ആ സമയത്ത്,
ഞാൻ കൃത്യമായിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അയ്യോ ഇത് താഴ്ത്തോട്ടേക്ക് വീഴും, ഇത് താഴ്ത്തോട്ടേക്ക് വീഴും, ഇത് താഴ്ത്തോട്ടേക്ക് വീഴും എന്നാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺസ് ഒരു സക്സസ്, ഒരു മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്തതിന് ശേഷം അത് സംഭവിച്ചു. മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. ഫെയിലിയർ ആവുക മാത്രമല്ല, 1 കോടി രൂപ ബാധ്യതയിലേക്ക് ഞാൻ പോയി. പക്ഷെ അതെന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ പറയുന്ന ഫെയിലിയർ, ആ പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ഇതിനു മുന്നേ ഞാൻ എന്റെ പഠനങ്ങളെ എനിക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് ആ വീഴ്ച ബാങ്കില് ജപ്തി ചെയ്യാൻ വേണ്ടി വീടിനകത്തേക്ക് ആളുകൾ വന്നപ്പോഴും ഞാൻ അവരെ എങ്ങനെ ഫേസ് ചെയ്തു, ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്തു, എന്റെ കുടുംബം എന്നെ എത്രത്തോളം വാല്യൂ കൽപ്പിച്ചു എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ, എന്റെ കൂടെ നിന്ന് എത്ര ആളുകള് എന്റെ കൂടെ ഉള്ള ആളുകളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു അത്. ആരൊക്കെ നമ്മളെ കൂടെ നിൽക്കും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോകും, ഞാൻ എത്രത്തോളം ശക്തനാണ് എന്ന് എനിക്ക് തെളിയിച്ചു തന്നിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എന്റെ ഫെയിലിയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചെറുപ്പം തൊട്ടിട്ട് പഠിച്ചതിന്റെ ഗുണം എന്താന്ന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത്. എന്നോട് പല ആളുകളും ചോദിക്കുന്ന സമയത്തും എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ചെലവാകുമല്ലോ, കോസ്റ്റ് ആകുമല്ലോ. അതാണെന്ന് കരുതിയാൽ മതി. ഞാൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതായിരുന്നു. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു. കൃത്യമായിട്ട് എന്റെ കയ്യിൽ കൃത്യമായിട്ട് 90 ദിവസത്തേക്കുള്ള കണ്ടന്റ് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് അത് 90 ദിവസത്തെ കണ്ടന്റ് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഞാൻ അതിന് സ്റ്റഡി ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. പിന്നീടുള്ള എന്റെ ഓരോ സ്റ്റെപ്പുകളും അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, അത്രത്തോളം അളന്നു മുറിച്ചതായിരുന്നു. ഓരോ കാര്യങ്ങളും ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് എന്റെ ബിസിനസ്സിൽ ഞാൻ ഫെയിലിയർ ഉണ്ടാക്കി. ഓക്കെ, എന്റെ ഒരു സോക്കോൾഡ് എന്റെ സ്ഥാപനത്തിലുള്ള ഒരു എംപ്ലോയി ഒരു 10 ലക്ഷം രൂപ എടുത്തു കൊണ്ടുപോയതാണ്, ഞാൻ അറിയാതെ എടുത്തു കൊണ്ടുപോയതാണ് എന്റെ ഫെയിലിയറിന്റെ അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആള് അത് എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടായി. ഞാൻ എന്റെ ബിസിനസ് സിസ്റ്റമാറ്റിക്കലി അല്ല റൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സിസ്റ്റമാറ്റിക്കലി റൺ ചെയ്യുള്ളൂ. ഞാൻ സിആർ വൈശാഖൻ അക്കാദമി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എത്രത്തോളം ഇതിനെ ഓട്ടോമൈസ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും, ഇതൊക്കെയായിരുന്നു ഞാൻ എവിടെ എത്തണം എന്നുള്ളത്. കൃത്യമായിട്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ഞാൻ പഠിപ്പിക്കുമെന്ന് ഞാൻ കൃത്യമായിട്ടുള്ള ധാരണ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതാണ് 15,000-ലേറെ ആളുകളിലേക്ക് എത്തിയത്. അതിൽ ഓരോ കാര്യങ്ങളും എന്തെല്ലാം വളരെ സ്പെസിഫിക് ആണ്, ഓരോ ഏരിയാസിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായത് ഈ പറയുന്ന ഒരൊറ്റ റീസൺ കൊണ്ടാണ്. ഈ പറയുന്ന ഏരിയയിൽ എനിക്ക് വന്നിട്ടുള്ള ഫെയിലിയർ ആണ്. ആ ഫെയിലിയർ ആണ് എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇനി ചോദിക്കാനിരുന്ന ചോദ്യത്തിനും ഉള്ള ഉത്തരം എല്ലാം എന്തായാലും ഒരുമിച്ചാണ് വൈശാഖൻ പറഞ്ഞത്. ഈ വെല്ലുവിളികളും അതും ഇതും എല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ആ ചോദ്യമേ ഇല്ല എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമുക്ക് ഒരു കാര്യത്തില് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ പിന്നെ ഒരു പുതിയൊരു മനുഷ്യനാക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് വൈശാഖൻ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ട്രാൻസ്ഫോർമേഷൻ എല്ലാവരുടെ ലൈഫിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഫെയിലിയർ നമ്മുടെ സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് തോൽക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് തോൽക്കാൻ പഠിപ്പിച്ചിരുന്നില്ല ആരും. നമ്മളെല്ലാവരും ഇപ്പം ഒരു കുട്ടി ഒരു എക്സാമിൽ ഫെയിൽ ആയി, എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 മാർക്കുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരു 47 മാർക്ക് കിട്ടിയാൽ 3 മാർക്ക് എവിടെ പോയി എന്നാണ് നമ്മൾ ചോദിക്കുക. 47 മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾ അവിടെ എന്താ എന്ന് എനിക്കറിഞ്ഞോളൂ. നമ്മളവിടെ എന്തായാലും അതില്ല, മെജോറിറ്റി പാരന്റ്സിന്. ഇവിടുത്തെ ഒരു സിസ്റ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഓരോ ക്ലാസ്സുകൾ തൊട്ടിട്ട് ജയിക്കണം എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ തൊട്ടിട്ട് തോറ്റു തുടങ്ങും, അല്ലെ? നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഫെയിലിയർ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളൂ. അവിടെ പല ആളുകളും പതറി പോകുന്നത് ഈ പറയുന്ന പാരന്റിങ് ഇഷ്യൂ കൊണ്ടാണ്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ സമൂഹം ആയിക്കോട്ടെ, തോൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്ന്
വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ മേലെ 2 ചവിട്ടും ചവിട്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അവിടെ നമ്മൾ പോയി ഐ അഗ്രി വിത്ത് ദാറ്റ്. ലൈക്ക് നമുക്ക് ഈ പാരന്റ്സിന്റെ ഒരു പ്രശ്നം അത് ഉണ്ടെന്നുള്ളത്. കാരണം നമ്മളിപ്പോ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ആ കുട്ടികളെ കുറ്റം പറയുന്ന പാരന്റിങ് ഒരുപാടുണ്ട്. ആസ് എ പാരന്റ് ഞാൻ പറയാണ്, അത് മാറി ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഇപ്പൊ പാരന്റ്സ് ഒക്കെ ഫ്രണ്ട്സ് പോലെയാ പെരുമാറുന്നത്. അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ചോദിക്കുമ്പോ ഒരു കാര്യം ചോദിക്കേണ്ടത്, ഈ സാധാരണ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലളിതമായി പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ? ഇതൊരു മാന്ത്രിക വിദ്യ വല്ലതാണോ ഈ ആൾക്കാർ പറയുന്നത്? ഇതിന്റെ ഈ വൈശാഖന്റെ ഈ വീഡിയോയുടെ താഴെയൊക്കെ വന്ന് ചിലരൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ കമന്റ്സ് ഒക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഇത് വല്ല മാന്ത്രിക വിദ്യയാണോ? വൈശാഖ വല്ല മന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടോ? അവിടെ ഇരുന്ന് വല്ല മന്ത്രമൊക്കെയാണോ ഇത് പഠിപ്പിക്കുന്നത്? അങ്ങനെ വല്ല ആണോ? ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനിഫെസ്റ്റേഷൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കും. ഒരു മന്ത്രമല്ല അത്, അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണത്. അത് ഒരു നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അത് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏതിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു. എന്തിലേക്കാണോ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ റീസൺ, മേഡം അവിടെ ഇരിക്കുന്നതിന്റെ റീസൺ എന്താ? നടക്കേണ്ടിയിരുന്നു ജീവിതത്തില്. കൃത്യമായിട്ട് നിങ്ങള് പ്ലാൻഡ് ആയിരുന്നു അല്ലെ, ഇന്ന സ്ഥലത്ത് എത്തണം. ഇതാണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റോറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ഓൺട്രപ്രണർ ആവണമെന്ന്, ഞാൻ പൈലറ്റ് ആവണമെന്ന് ചിന്തിച്ചില്ല, അതിനുകൊണ്ട് ഞാൻ പൈലറ്റ് ആയില്ല. ഞാൻ ഓൺട്രപ്രണർ ആവണമെന്ന് ചിന്തിച്ചു, അതിനുകൊണ്ട് ഞാൻ ഡെലിവറിയുടെ സിഇഒ ആയി. ഓക്കെ, എന്നോട് മീൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചർച്ചയാണല്ലോ, പുറത്ത് രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, ഞാൻ പുറത്തെ രാജ്യങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അത് പോകുന്നത് വെറുതെ ജോലി എടുക്കാൻ വേണ്ടിയിട്ടാവില്ല എന്ന് ഞാൻ പറയാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താണോ കൃത്യമായിട്ട് റിപ്പീറ്റഡ്ലി ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, നടക്കും. ഓക്കെ, അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളല്ല നടക്കുന്നത്. നമ്മുടെ ആഗ്രഹമൊന്നും നമ്മുടെ റിപ്പീറ്റഡ് തോട്ട് മറ്റൊന്നും ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് റിപ്പീറ്റഡ് തോട്ടാണ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫ് നമ്മളാണ് നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾക്കാണ്. കോവിഡ് വന്നു എനിക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുറെ ആളുകള് കംപ്ലീറ്റ് നശിച്ചു. എന്താ കാരണം? കോവിഡ് വന്നതിന്റെ അതിന്റെ ഓപ്പർച്യൂണിറ്റി സൈഡിനെ തിങ്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു, സക്സസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. അതിനുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയി. കോവിഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തിങ്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. കോവിഡ് വന്ന് അയ്യോ വലിയ മഹാമാരിയാണെന്ന് പേടിച്ചിട്ട് ചെറിയൊരു പനി വന്ന ആളുകൾ മരിച്ചുപോയി. എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ എന്താണോ റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ എന്ത് ഇമോഷൻ കൊടുക്കുന്നു. ഇമോഷൻ മാനിഫെസ്റ്റേഷനിൽ തോട്ട് എന്ന് പറയുന്നത് ഒരു വാഹനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഇമോഷൻ കൊടുക്കുന്നു അത് ഫ്യൂവലാണ്. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അതിൽ കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ നെഗറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് എത്തും. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു, അതിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് എത്തും. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് മറ്റേ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറയാ മാനിഫെസ്റ്റേഷൻ, ബാങ്കിലേക്ക് കുറച്ച് പൈസ ഞാൻ ഇടാം നീ എടുത്തോ പോയെന്ന് പറയുന്നതല്ല മാനിഫെസ്റ്റേഷൻ. പല ആളുകളും ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഇപ്പൊ എന്നോട് ഇപ്പൊ 2 ദിവസം മുന്നേ ഒരു 1-to-1 സെഷനിൽ ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു PTA ഫണ്ടിലൂടെ എനിക്ക് എന്റെ കയ്യിലേക്ക് 1 ലക്ഷം രൂപ ഫണ്ട് വന്നു,
ആക്ച്വലി ഇത് മാനിഫെസ്റ്റേഷൻ ആണോ? ആണ്. 1 ലക്ഷം രൂപ അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തു. അവിടെയാണ് ഞാൻ എന്റെ സെഷനിൽ ഞാൻ ഗോളിനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100 കോടി രൂപ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. ആ 100 കോടി രൂപ ഓരോ ദിവസം വെച്ചിട്ട് ഞാൻ എഴുതിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഈ 100 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഡെസ്റ്റിനിയിൽ വരേണ്ടത്. എല്ലാവരും സ്റ്റക്ക് ആവുന്നത് പറയുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വേണം, 1 ലക്ഷം രൂപ വേണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യും, പോസിറ്റീവ്ലി ബിലീവ് ചെയ്യും, നമ്മൾ ബിലീവ് ചെയ്യും, നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറപ്പുണ്ടാകും, അത് മാനിഫെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും വന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അത് തിരിച്ചു പോകും. സീരിയസ്ലി ഇങ്ങനെ തിരിച്ചു പോകും. നേരെ മറിച്ചിട്ട് ആ 1 ലക്ഷം രൂപ വന്നാൽ അതില് എങ്ങനെ വരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ സംഭവിക്കും, അത്ഭുതങ്ങളും സംഭവിക്കും. ഞാൻ എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ചെരുപ്പിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റും ഹോൾസെയിൽ ഏജൻസി ആയിരുന്നു എനിക്ക് ബിഫോർ കോവിഡ് ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ 16ാമത്തെ വയസ്സിൽ ഈ ഗോൾ സെഷനൊക്കെ വന്നിട്ട് എഴുതിയിട്ട് ഞാൻ വേഗനാർ ആയിരുന്നു അന്ന്. വേഗനാർ കാറ് ഞാൻ എന്റെ വിഷൻ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിക്ചറൊക്കെ കഷ്ടപ്പെട്ട് പോയിട്ട് അന്നൊക്കെ നമ്മൾ ഈ ചെറിയ പ്രായത്തിലുള്ള മീശ മുളയ്ക്കാത്ത ചെക്കൻ പോയിട്ട് ഒരു കാറിന്റെ ബ്രൗഷറൊക്കെ ചോദിക്കുന്ന സമയത്ത് കിട്ടുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നാലും അതൊക്കെ വെച്ചിട്ട് ഇതാക്കി ചുവരിലൊക്കെ ഒട്ടിച്ച് ഈ സാധനം എന്നിലേക്ക് വന്നത് എന്റെ സ്ഥാപനത്തില് ഒരു കമ്പനി നടത്തിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എനിക്കുണ്ട്. അതിന്റെ നറുക്കെടുപ്പിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ബമ്പർ പ്രൈസ് ആയിട്ട് കിട്ടിയത്. ഇങ്ങനെ സംഭവിക്കും, മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന് ആ പറയുന്ന വണ്ടി സ്പെസിഫിക്കലി മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എന്തെന്ന് എഴുതി വെച്ചിട്ടുള്ളായിരുന്നു. ആ സമയത്ത് എനിക്ക് എങ്ങനെയെന്നുള്ളത് എഴുതിയിട്ടില്ലായിരുന്നോ? ആ സമയത്ത് എങ്ങനെയില്ല, പക്ഷെ എങ്ങനെ പിന്നീട് ഡെവലപ്പ് ആകും. അതിനുശേഷമാണ് ഞാൻ ഹോൾസെയിൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്, എന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പിന്നീടാണ്. പക്ഷെ എന്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്ന സമയത്ത് എനിക്കിത് വേണമെന്ന് ഞാൻ എഴുതി വെക്കുന്ന സമയത്ത്, ഞാൻ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഈ പറയുന്ന ടൂളുകൾ ഒന്നും തന്നെ അല്ലായിരുന്നു. പിന്നീടാണ് ആ ടൂളുകൾ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ ടൂളുകള് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ട് തുടങ്ങണ്ട. എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പിന്നീട് വന്നോളൂ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും. അതിൽ നമുക്ക് സംശയമില്ലാതിരുന്നാൽ മതി. ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നു, അതിൽ നമുക്ക് ഉറപ്പാണ് വേണ്ടതെന്നുള്ളത് മാത്രം.